ഇറാനെതിരായ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പങ്കുചേർന്ന അമേരിക്കയും ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്കയുടെ ആക്രമണം നടന്നത്. ഫോർദോ, നദാൻസ്, ഇസ്ഹാൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ആക്രമണം കൃത്യമായി പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ തിരിച്ചു മടങ്ങിയെത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി ആദ്യമായാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാനിൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല. പസഫിക് സമുദ്രത്തിന് കുറുകെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പറന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. US വ്യോമസേന B-2 ബോംബർ വിമാനങ്ങളാണ് ഇത്തരത്തിൽ പറന്നുയർന്നത്. മിഡിൽ ഈസ്റ്റിൽ ഏകദേശം 19 US സൈനിക താവളങ്ങളാണ് ഉള്ളത്. അവയിൽ ഏകദേശം 40,000 US സൈനികരും താമസിക്കുന്നുണ്ട്. ഇസ്രായേലിനൊപ്പം US-ഉം ഈ പോരാട്ടത്തിൽ പങ്കുചേർന്നാൽ ഈ സൈനികർ സുരക്ഷിതരായിരിക്കില്ലെന്ന് ഇറാൻ അധികൃതർ നേരത്തെ പറഞ്ഞിരുന്നു. ഇറാൻ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച് ആദ്യമായാണ് അമേരിക്കയുടെ ഇടപെടൽ. ഇറാനിൽ 6 ആണവ കേന്ദ്രങ്ങളാണുള്ളത്. അതിൽ അമേരിക്ക ലക്ഷ്യമിട്ട 3 വളരെ പ്രധാനപ്പെട്ടവയാണെന്നാണ് വിവരം. ഏത് സാഹചര്യത്തിലും ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നിർവീര്യമാക്കാൻ ഇസ്രായേലിന് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്നും നിലവിൽ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഇസ്രായേലിനോട് പറയാൻ കഴിയില്ലെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇറാനിൽ അമേരിക്കയുടെ ആക്രമണം. എന്നാൽ അമേരിക്കയുടെ ആക്രമണം സ്ഥിരീകരിച്ചിരുന്നു ഇറാൻ. വൈറ്റ് ഹൗസിൽ നിന്ന് ഇന്ത്യൻ സമയം രാവിലെ 7:30 മണിയോടെ ഇറാനിലെ ഫോർദോ, നദാൻസ്, ഇസ്ഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിൽ വിജയകരമായ ആക്രമണം പൂർത്തിയാക്കിയതായി ട്രംപ് അറിയിച്ചു. ആക്രമണം നടത്തിയ എല്ലാ യുദ്ധവിമാനങ്ങളും ഇറാന്റെ വ്യോമാതിർത്തിക്ക് പുറത്താണെന്നും വിമാനങ്ങൾ തിരികെ രാജ്യത്തേക്ക് മടങ്ങിയെത്തുകയാണെന്നും നമ്മുടെ സൈനികർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ലോകത്ത് മറ്റൊരു സൈന്യത്തിനും ഇത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ സമാധാനത്തിനുള്ള സമയമാണെന്നും ഇറാനിലെ വിജയകരമായ സൈനിക നടപടിയെക്കുറിച്ച് വിവരിക്കാനാണ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം ആരംഭിച്ച് ഒരാഴ്ച പിന്നിട്ട ശേഷമാണ് ആക്രമണത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയാകുന്നത്. എന്നാൽ സമാധാനപരമായി നിലകൊള്ളുന്ന ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് മേലുള്ള US-ന്റെ ആക്രമണങ്ങൾക്ക് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. അമേരിക്കയുടെ അകമഴിഞ്ഞ സഹായത്തിന് ഇസ്രായേൽ നന്ദിയും അറിയിച്ചു. ലോകത്തെ ഒരു രാജ്യത്തലവനും എടുക്കുവാൻ കഴിയാത്ത നിർണായകമായ ചില തീരുമാനങ്ങൾ ആണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. തൊട്ടുപിന്നാലെ ഇപ്പോൾ ഇറാനും തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അവർ ടെൽ അവീവിലും ജെറുസലേമിലും സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുമുണ്ട്. അമേരിക്കൻ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇറാന്റെ മറുപടി ആക്രമണം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇസ്രായേലിൽ സുരക്ഷാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ഈ പ്രത്യാക്രമണത്തിന് കൃത്യമായ രീതിയിലുള്ള മറുപടി ഇനി അമേരിക്ക നൽകുമോ? ഏത് തരത്തിലേക്കാണ് ഇനി യുദ്ധം വഴിവെക്കുവാൻ പോകുന്നത്? ഏതൊക്കെ സംവിധാനങ്ങൾ വഴിമുട്ടും എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത് തന്നെയാണ്.